എന്താ? രണ്ട് അപ്പന്മാരും രണ്ട് മക്കളും ഒരു വേട്ടയ്ക്ക് പോയി. വേട്ടയ്ക്ക് പോയപ്പോൾ അവര് ഓരോ പ്രാവിനെയും വെടിവെച്ച് വീഴ്ത്തി. പക്ഷെ അവരുടെ കയ്യില് 3 പ്രാവുകളെ ഉണ്ടായിരുന്നു. അതെങ്ങനെ? അതായത് 2 അപ്പന്മാര് അവരുടെ 2 മക്കളും വെച്ച് വേട്ടയ്ക്ക് പോയി. വെടി വെച്ച് കൊന്നു കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ പ്രാവിനെ വെടിവെച്ചു. പക്ഷെ അവരുടെ കയ്യിൽ 3 പ്രാവുകളേ ഉള്ളൂ. എപ്പോ അവര് വെടിവെച്ച് വീഴ്ത്തിയത് 3 പ്രാവുകളേ ഉള്ളൂ. അതെങ്ങനെ? ഒരാള് വെടിവെച്ച പ്രാവിനെ കൊണ്ടു കാണില്ലായിരിക്കും. അതെങ്ങനെ? 4 പേര് ഓരോ പ്രാവിനെയും വെടിവെച്ചു. പക്ഷെ 2 അപ്പന്മാരും 2 മക്കളും ഒരു പ്രാവിനെ വീതം വെടിവെച്ചു. അതാണ് ഞാൻ പറയണത്. അതിനപ്പുറത്തേക്ക് ഞാൻ മാറ്റി പറയുന്നില്ല. 2 അപ്പന്മാരും 2 മക്കളും 2 അപ്പന്മാരും 2 മക്കളും ഓരോരുത്തരും ഓരോ പ്രാവിനായിട്ട് വെടിവെച്ച് കൊന്നു. പക്ഷെ അവരുടെ കയ്യിൽ 3 പ്രാവുകളേ ഉള്ളൂ. 2 അപ്പന്മാരും 2 അപ്പന്മാരും 2 മക്കളും. 2 അപ്പൻ എന്ന് പറയുന്നത് മിക്കവാറും ഗ്രാൻഡ് ഫാദറും സണ്ണും ആണെങ്കിൽ 2 അപ്പന്മാരല്ലേ? അവന്റെ അപ്പൻ ഞാൻ പറയാം. കൊച്ചുമോന്റെ അപ്പൻ, അപ്പന്റെ അപ്പൻ, അപ്പനും അപ്പനുണ്ട്. അപ്പൊ അപ്പനായി അപ്പന്റെ അപ്പൻ, കൊച്ചുമോന്റെ അപ്പനൊരു അപ്പൻ. അപ്പൊ 2 അപ്പന്മാരല്ലേ? 2 മക്കൾ എന്ന് പറയുമ്പോ അപ്പന്റെ മോനൊരു മോന്, മോന്റെ മോളെ കിഡ്നി കുറച്ചുകൂടി അത് ചിന്തിക്കായിരുന്നു.